ലഹരി കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വലിയ വാർത്തയായി വിൻസി അലൂഷി ഒരു വാർത്ത നൽകുകയും ഒരു ഫേസ്ബുക്കിൽ ഇവരും പിന്നീട് ഷൈൻ ടോം ചാക്കയുടെ പേരിലുള്ള ആരോപണം ഉന്നയിക്കും. അത് വലിയ ചർച്ചയാവുന്നതിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഹോട്ടലിൽ നിന്നും ഷൈൻ ടോം ചാക്ക പെട്ടെന്ന് ഇറങ്ങി ഓടിയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയ്ക്ക് ഇന്നലെ നോട്ടീസ് നൽകി. ഈ സെൻട്രൽ സ്റ്റേഷനിൽ നിന്നാണ് നോട്ടീസ് നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യസമയത്ത് തന്നെ 10 മണി എന്നുള്ള 10 മണിക്ക് അദ്ദേഹം കൃത്യസമയം പാലിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി ഷൂട്ടിംഗ് സ്ഥലത്തും കൃത്യസമയം പാലിക്കുന്നു. അതിൻ്റെ തെളിവായി തന്നെ ഇവിടെയും 10 മണിക്ക് തന്നെ ഇവിടെ ഹാജരാകുകയും പോലീസ് ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തു. ആ ചോദ്യം ചെയ്യലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അന്ന് പോലീസ് അവിടെ എത്തിയപ്പോൾ അദ്ദേഹം ഓടാൻ കാരണമുള്ള ഷൈൻ ടോം ചാക്ക ഓടാൻ കാരണമായി ഷൈൻ ടോം ചാക്ക ഇവിടെ മൊഴി നൽകിയിരിക്കുന്നത് താൻ ഒരു പോലീസ് ഡ്രസ്സിലൊന്നും അല്ല ആൾ വന്നത്, അതുകൊണ്ട് തനിക്ക് ഭയപ്പാടുണ്ടായി, ആ ഭയത്തിലാണ് ഓടിയതെന്ന് ഷൈൻ ടോം ചാക്ക പറഞ്ഞു. അത് ഇതിനു മുമ്പും ഷൈൻ ടോം ചാക്കയായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഭയപ്പാടിൽ ഇറങ്ങി ഓടി. അന്ന് പോലീസ് അന്വേഷണത്തിന് പോയത് ഷൈൻ ടോം ചാക്കനെ അന്വേഷിച്ച് പോയതല്ല, വേറൊരു പ്രതിയെ തേടി പോയപ്പോൾ യാദൃശ്യമായിട്ട് ഷൈൻ ടോം ചാക്ക ഇത് അറിയുകയും അദ്ദേഹം ഇറങ്ങി ഓടുകയും ചെയ്തു. അത് ഷജീർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ട് കണക്ട് ചെയ്താണ് പോലീസ് അന്ന് അന്വേഷണത്തിന് പോയത്. ഷജീറുമായി ബന്ധമുണ്ട് എന്ന് പോലീസ് ഇന്ന് ഷൈൻ ടോം ചാക്കയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് അറിയാമെന്ന് മാത്രം മൊഴി നൽകിയെന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇതിനുശേഷം മണിക്കൂറോളം ചോദ്യം ചെയ്തതിനു ശേഷം ഉച്ചയ്ക്ക് ഭക്ഷണം കഴിഞ്ഞ ശേഷം വലിയ രീതിയിൽ വാർത്തകൾ വരികയുണ്ടായി. ഷൈൻ ടോം ചാക്കനെ അറസ്റ്റ് ചെയ്ത ജാമ്യമില്ല വകുപ്പ് എന്ന നിലയിൽ ഉണ്ടാകുന്നു എന്നാണ് വാർത്തകൾ വന്നത്. എന്നാൽ ഞാൻ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടു, അഭിഭാഷകരുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി പോലീസ് സ്റ്റേഷൻ്റെ ജാമ്യത്തിൽ വിട്ടയക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഒരു സ്വാഭാവിക നടപടി എന്ന നിലയിൽ അറസ്റ്റിന് മുമ്പായി മെഡിക്കൽ എടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് മെഡിക്കൽ എടുക്കാനാണ് ഷൈനെ ഇവിടുന്ന് കൊണ്ടുപോയത്. മെഡിക്കൽ എടുത്തതിന് ശേഷം വീണ്ടും പോലീസ് സ്റ്റേഷനിലെത്തി ജാമ്യത്തിൽ വിട്ടയക്കുന്ന വകുപ്പാണ്. അതിൽ ഷൈൻ ടോം ചാക്കോയുടെ അടുത്ത് നിന്ന് ലഹരി പദാർത്ഥങ്ങൾ പിടിക്കൂ അങ്ങനെയൊന്നും ഉണ്ടാകാത്ത സാഹചര്യത്തിൽ വകുപ്പുകൾ എപ്രകാരമാണെന്നുള്ള നിലയിലേക്ക് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിടുന്ന നിലയിലേക്ക് വന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം കിട്ടുന്ന വകുപ്പാണ്. അഭിഭാഷകന്റെ മുമ്പിലേക്ക് ജഡ്ജിയുടെ മുമ്പിലേക്ക് ഹാജരാക്കേണ്ട കാര്യമില്ല, കോടതിയിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. അത് സ്റ്റേഷനിൽ നിന്ന് തന്നെ രണ്ട് ജാമ്യക്കാർ വെച്ചുകൊണ്ട് ജാമ്യം ലഭിക്കുന്നു. പിന്നീട് തുടർ അന്വേഷണങ്ങൾ നടക്കും. നിലവിൽ ഷൈൻ ടോം ചാക്കോയുടെ പേരിൽ അന്ന് ഓടിയത് എന്തിനാണെന്ന് അറിയുന്നതിന് വേണ്ടി മാത്രമായിരുന്നു പോലീസ് വിളിച്ചു വരുത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തത്. അതായത് വിൻസി അലോഷിയുടെ പരാതിയിലൊന്നും പോലീസിൻ്റെ അന്വേഷണം പോയിട്ടില്ല. കാരണം വിൻസി തന്നെ പറയുന്നു തനിക്ക് പരാതിയില്ല, തൻ്റെ പരാതി സിനിമാ സംഘടനയ്ക്കുള്ളിൽ തന്നെ സിനിമാ സംഘടന തന്നെ പരിഹരിക്കും, അല്ലാതെ പോലീസിനോ എക്സൈസിനോ പരാതിയുമായിട്ട് മുന്നോട്ട് പോകില്ല എന്ന് വിൻസിയുടെ കുടുംബം കഴിഞ്ഞ ദിവസം തന്നെ പ്രസ്താവനയിൽ പറയുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇന്ന് ഷൈൻ ടോം ചാക്കയെ അന്ന് ഹോട്ടലിൽ നിന്നും ഇറങ്ങി ഓടിയത് എന്തിന് എന്ന് അറിയുന്നതിന് വേണ്ടി, മറ്റുള്ളവരൊക്കെ ആരാണെന്ന് അറിയുന്നതിന് വേണ്ടി മാത്രം വിളിച്ചു വരുത്തി നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എത്തുകയും ഇപ്പോൾ ഷൈൻ ടോം ചാക്കനെ ഇവിടുന്ന് കൊണ്ടുപോയി മെഡിക്കൽ കൊണ്ടുവന്ന് തിരിച്ച് പോലീസ് സ്റ്റേഷനിലെത്തി ജാമ്യം നൽകുന്ന നിലയിലേക്കാണ് പോകുന്നത്. മറ്റ് വകുപ്പുകളൊന്നുമില്ല, ജാമ്യം ലഭിക്കുന്ന വകുപ്പ് മാത്രമാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത്. പോലീസിന് അറിയേണ്ട കുറേ കാര്യങ്ങൾ ഷൈൻ ടോം ചാക്കോയുടെ ചോദ്യത്തിൽ നിന്ന് മനസ്സിലാകും. പിന്നെ 3 ഫോൺ ഉണ്ട് എന്ന് പറയുന്നു, ആ ഫോണിനെ കുറിച്ച് പരിശോധിക്കണം എന്ന് പറയുന്നുണ്ട്. അത്തരമൊരു ഫോണിൻ്റെ കാര്യങ്ങളും പോലീസിൽ നിന്നും ഇതൊരു റിപ്പോർട്ട് പുറത്തു വന്നിട്ടില്ല. 3 ഫോണാണ്, ഒരു ഫോണെ കൊണ്ടുവന്നുള്ളൂ, ബാക്കി ഫോൺ ഒളിപ്പിച്ചിരിക്കുന്നൊക്കെ വാർത്തകൾ വരുന്നതിനും പോലീസിൻ്റെ ഭാഗത്തിന് അത് സ്ഥിരീകരിക്കുന്ന നിലയിലേക്ക് വന്നിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോനെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ ജാമ്യത്തിൽ വിടുന്ന വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യം ലഭിച്ച് അതിനുശേഷം തുടർ അന്വേഷണം, അതിനുശേഷം എന്താണ് അന്വേഷണം എന്ന് പോലീസ് തന്നെ കൃത്യമായി മുന്നോട്ട് വയ്ക്കും. ഇനി എന്തൊക്കെ രീതിയിൽ ജാമ്യ വ്യവസ്ഥകൾ എന്താണെന്ന്, ജാമ്യത്തിൽ എന്തൊക്കെ വ്യവസ്ഥകളുണ്ട്, FIRൻ്റെ കോപ്പി ലഭിച്ചാൽ മാത്രമേ ആ വകുപ്പ് എന്തൊക്കെയാണെന്ന് അറിയാൻ കഴിയുള്ളൂ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു. മെഡിക്കലിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെ ജാമ്യം ലഭിക്കുന്ന വകുപ്പിൽ ജാമ്യം നൽകുമെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.